coherent sources ഒരു വേവ് ഇതാണ്. ഇതിനായിട്ട് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്ന അനദർ വേവും ഇതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇത് നമ്മൾ സൂപ്പർ ഇമ്പോസ് ചെയ്യുന്ന സമയത്ത് ക്രെസ്റ്റും തമ്മിലാണ് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളതിന് പറയാം ക്രെസ്റ്റ് ടു ക്രെസ്റ്റ് കറസ്പോണ്ടൻസ് എന്ന് പറയാം. ക്രെസ്റ്റ് ടു ക്രെസ്റ്റ് കറസ്പോണ്ടൻസ്. സോ ഈ ഒരു വേവിന്റെ ക്രെസ്റ്റും ഈ ഒരു വേവിന്റെ ക്രെസ്റ്റും തമ്മിലാണ് സൂപ്പർ ഇമ്പോസ് ചെയ്യുക. സോ ഈ ക്രെസ്റ്റ് ടു ക്രെസ്റ്റ് കറസ്പോണ്ടൻസിനെയാണ് നമ്മൾ ഇൻ ഫേസ് എന്ന് റെപ്രസെന്റ് ചെയ്യുക. ഇൻ ഫേസ്. സോ ഈ രണ്ട് വേവ്സും എന്താണ്? ഇൻ ഫേസ് വേവ്സ് ആണ്. ഇനി അതല്ല, ഈ രണ്ടാമത്തെ വേവ് ഇങ്ങനെയാണ്. അതായത് ഇവിടെ സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നത് ഒരു വേവിന്റെ ക്രെസ്റ്റും അനദർ വേവിന്റെ ട്രഫും ആണെങ്കിൽ ക്രെസ്റ്റ് ടു ട്രഫ് കറസ്പോണ്ടൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ ഇത്തരത്തിലുള്ള രണ്ട് വേവ്സിനെ നമ്മൾ ഔട്ട് ഫേസ് വേവ്സ് എന്നാ പറയാം. ഔട്ട് ഓഫ് ഫേസ് വേവ്സ്. സോ കൊഹിറന്റ് സോഴ്സസ് എന്ന് പറയുമ്പോൾ ഇൻ ഫേസ് വേവ്സും ആവാം, ഔട്ട് ഫേസ് വേവ്സും ആവാം. സോ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം, രണ്ട് ലൈറ്റ് വേവ്സ് തമ്മിൽ സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ, ഒരു ലൈറ്റ് വേവ് വേറൊരു ലൈറ്റ് വേവ് തമ്മിൽ സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒരു മോർ ലൈറ്റ് അല്ല ഉണ്ടാകുന്നത്. എന്താണ്? alternate dark and bright fringes ആണ് ഉണ്ടാകുന്നത്. അതാണ് ഈ ഇന്റർഫിയറൻസ് എന്ന് പറയുന്ന ഫിനോമിന. രണ്ട് ലൈറ്റ് സോഴ്സസ് തമ്മിൽ സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ കൂടുതൽ ലൈറ്റ് അല്ല ഉണ്ടാവുന്നത്, ബട്ട് ആൾട്ടർനേറ്റീവ് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ചസ്. ഇതിൽ മാക്സിമം ആയിട്ടുള്ള ഇന്റൻസിറ്റി 4i മിനിമം ആയിട്ടുള്ള ഇന്റൻസിറ്റി 0 ആയിരിക്കും. ഈ മാക്സിമം ഇന്റൻസിറ്റി വരുന്ന ഇന്റർഫിയറൻസിനെയാണ് നമ്മൾ കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് എന്ന് പറയുക. മിനിമം ആയിട്ട് വരുന്ന ഇന്റൻസിറ്റിയെ നമ്മൾ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് എന്ന് പറയും. സോ അതിന് നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലൈറ്റ് വേവ് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് നോക്കണം. സോ നമുക്കറിയാം ലൈറ്റ് വേവ് എന്ന് വെച്ചാൽ ഇറ്റ്സ് എൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പീരിയോഡിക്കലി വേരിയിങ് ആയിരിക്കും at right angles to each other and also to the direction of propagation of light. ഇപ്പോൾ ലൈറ്റിന്റെ പ്രൊപ്പഗേഷൻ z ആക്സിസിലാണെന്ന് കൺസിഡർ ചെയ്യുക. ലൈറ്റ് ഇങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഇലക്ട്രിക് ഫീൽഡ്സ് ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്ന് വയ്ക്കുക. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ്. z പ്ലെയിനിലാണ് ഇലക്ട്രിക് ഫീൽഡ് പാസ് ചെയ്യുന്നത്. സോ ഇത് ഇലക്ട്രിക് ഫീൽഡ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പീരിയോഡിക്കലി വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദി yz പ്ലെയിൻ. സോ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് z ആക്സിസിൽ തന്നെ എന്തുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറും ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. സോ അതിനെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. സോ ഇതിന് റൈറ്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എക്സ് ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്യുന്നതായിരിക്കും. ദാറ്റ് ഈസ് മാഗ്നറ്റിക് ഫീൽഡ് ലൈസ് ഓൺ ദി xz പ്ലെയിൻ. സോ ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടെ ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ക്യാപിറ്റൽ ലെറ്റർ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറും മാഗ്നറ്റിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ക്യാപിറ്റൽ ലെറ്റർ ബി വെക്ടറും ആണ് നമ്മൾ ചൂസ് ചെയ്യുക. ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറും ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറും ഉണ്ട്. ഇതിൽ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ആയിരിക്കും കൂടുതലായിട്ട് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആയാലും ഫോട്ടോ കെമിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ ആക്ഷൻസ് ആയാലും ഒക്കെ നടത്തുന്നത് ഇസ് മോസ്റ്റ്ലി ഡ്യൂ ടു ദി ഇലക്ട്രിക് വെക്ടർ. സോ അതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രിക് വെക്ടറിനെ നമ്മൾ ലൈറ്റ് വെക്ടർ, ഒപ്റ്റിക്കൽ വെക്ടർ എന്നൊക്കെ റെപ്രസെന്റ് ചെയ്യും. ഇലക്ട്രിക് ഫീൽഡിന് ഒപ്റ്റിക്കൽ ഫീൽഡ് എന്നും റേഡിയേഷൻ ഫീൽഡ് എന്നും വേവ് ഫീൽഡ് എന്നും അല്ലെങ്കിൽ ലൈറ്റ് ഫീൽഡ് എന്നൊക്കെ വിളിക്കാറുണ്ട് ഇലക്ട്രിക് ഫീൽഡിന്. സോ കൂടുതലും ഫിനോമിനൻസ് ഉണ്ടാക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ് ആയത് കാരണം കൊണ്ട് തന്നെ നമ്മളൊരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ, ഒരു ലൈറ്റ് വേവിനെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. Since the effect of electric field vector E dominates over magnetic field vector B,
Usually a light wave is represented by electric field vector E. So നമുക്ക് light wave നെ electric field vector ന്റെ terms ൽ represent ചെയ്യാം. So ഇവിടെ y z axis ലാണ് electric field vector pass ചെയ്യുന്നത്. So നമുക്ക് പറയാം ഈ ഒരു പ്ലെയിനിൽ തന്നെ YZ പ്ലെയിനിൽ തന്നെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. So the electric field vector E of the wave oscillate always parallel to a fixed direction in space. That is y direction. Y directionൽ parallel ആയിട്ട് തന്നെയാണ് എന്ത് പാസ് ചെയ്യുന്നത്? ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ പാസ് ചെയ്യുന്നത്. അത് നമുക്ക് പറയാം ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ വൈബ്രേഷൻസ് മൊത്തം ഏത് പ്ലെയിനിലാണ്? YZ പ്ലെയിനിലാണ്. അത് കാരണമുണ്ട് ഈ ഒരു വേവിനെ നമുക്ക് പ്ലെയിൻ പോളറൈസ്ഡ് അല്ലെങ്കിൽ ലീനിയർലി പോളറൈസ്ഡ് എന്നും പറയാം. സോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ നമുക്ക് പ്ലെയിൻ പോളറൈസ്ഡ് വേവ് എന്നും കൂടെ റെപ്രസെന്റ് ചെയ്യാം. സോ ഇതാണ് ലൈറ്റ് വേവ്. സോ ഇതിന്റെ ആംപ്ലിറ്റ്യൂഡിനെ ഈ 0 എന്ന് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഒരു വേവിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്താ? ആംപ്ലിറ്റ്യൂഡ് സൈൻ വേവ്സ് ആണ്. സൈൻ z ഡയറക്ഷനിലാണ് പ്രൊപ്പഗേഷൻ ഉള്ളത്. സോ kz മൈനസ് ഒമേഗ ടി. ഇതായിരിക്കും മാത്തമാറ്റിക്കലി ലൈറ്റ് വേവിനെ റെപ്രസെന്റ് ചെയ്യുന്ന എക്സ്പ്രഷൻ. സപ്പോസ് ഇതിന് E0 എന്ന് പറയുന്ന ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്, അതുപോലെ തന്നെ ഡെൽറ്റ എന്ന് പറയുന്ന ഒരു ഇനീഷ്യൽ ഫേസും ഉണ്ടെന്നുണ്ടെങ്കിൽ E is equal to E0 sin of kz minus omega t plus delta എന്ന് വരും. സോ ഫേസ് ഡിഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, അതുപോലെ ഫേസ് ഡിഫറൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ റെപ്രസെന്റ് ചെയ്യാം. നമ്മൾ ഇനി ഈ ഒരു മാത്തമാറ്റിക്കൽ ടേം യൂസ് ചെയ്തിട്ട് ഇന്റർഫറൻസ് എന്ന് പറയുന്ന ഫിനോമിനെ അനലറ്റിക്കലി അനലൈസ് ചെയ്യാൻ പോവാണ്. തിയറി ഓഫ് ഇന്റർഫറൻസ്, എങ്ങനെയാണ് ഇന്റർഫറൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നമ്മളതിനെ അനലറ്റിക്കലി അല്ലെങ്കിൽ മാത്തമാറ്റിക്കലി എങ്ങനെയാണെന്ന് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് അറിയാം രണ്ട് വേവ്സ് സൂപ്പർ ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാലാണ് ഒരു ഇന്റർഫറൻസ് എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ നടക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റത്തെ ഒരു വേവ് EA is equal to E1 sin kz minus omega t. സോ ഈ ഒരു വേവ് ട്രാവൽ ചെയ്യുന്നത് along the direction z. സെക്കൻഡ് വേവ് EB is equal to E2 sin of kz minus omega t plus delta എന്ന് കൺസിഡർ ചെയ്യുക. അതായത് ഈ രണ്ട് വേവ്സ് തമ്മിൽ ഒരു കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് എങ്കിൽ ഇവർ തമ്മിൽ സൂപ്പർ ഇമ്പോസ് ചെയ്യാൻ അനുവദിച്ചാൽ when these two waves are allowed to superimpose, റിസൾട്ടന്റ് വേവ് എന്തായിരിക്കും? ഇതിന്റെ രണ്ടിന്റെ സം ആയിരിക്കും. റിസൾട്ടന്റ് വേവ് E is equal to EA plus EB ആയിരിക്കും. So E1 sin kz minus omega t plus E2 sin kz minus omega t plus delta എന്ന് വരും. ഇതിലെ സെക്കൻഡ് ടേമിലെ kx minus omega t a ആയിട്ടും ഡെൽറ്റനെ b ആയിട്ടും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ using the identity sin of a plus b is equal to sin a cos b plus cos a sin b, the second term will change. So resultant wave E is equal to E1 sin of kz minus omega t plus E2 sin kz minus omega t cos delta plus E2 cos of kz minus omega t sin delta എന്ന് കിട്ടി. സോ ഇതിൽ കോമൺ ആയിട്ട് സൈൻ ഓഫ് kz minus omega t ഉണ്ട്. സോ അത് നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് എഴുതാം. സോ E1 plus E2 cos delta of sin kz minus omega t plus E2 cos of kz minus omega t sin delta എന്ന് പറഞ്ഞു. സോ ഇതായിരിക്കും റിസൾട്ടന്റ് വേവിന്റെ ഇക്വേഷൻ ആയിരിക്കും. റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് E അല്ലെങ്കിൽ ER എന്ന് റെപ്രസെന്റ് ചെയ്യാന്നുണ്ടെങ്കിൽ
that is equal to E1 plus E2 cos delta of sine of kz minus omega t plus E2 cos of kz minus omega t sine delta എന്ന് കിട്ടും. ഇതിൽ E1 plus E2 cos ഡെൽറ്റയ്ക്ക് E cos phi എന്നും അതുപോലെ തന്നെ E2 sin ഡെൽറ്റയ്ക്ക് E sin phi എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇതിന് ഇക്വേഷൻസ് 4 and 5 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമെങ്കിൽ resultant amplitude will be equal to ഈ ടേമിനെ E cos phi എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു into sin of kz minus omega t plus E2 sin ഡെൽറ്റയ്ക്ക് E sin phi എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു into cos of kz minus omega t എന്ന് കിട്ടി. ഇതിൽ കോമൺ ആയിട്ട് E ഉള്ളതുകൊണ്ട് E-നെ കോമൺ ആയിട്ട് എടുക്കാം. So that sin of kz minus omega t cos phi plus cos of kz minus omega t sin phi എന്ന് കിട്ടും. ഇതിൽ sin a cos b plus cos a sin b എന്നുള്ള ഫോർമാറ്റിലാണ് ഈ ബ്രാക്കറ്റിൽ കിടക്കുന്നത്. സോ അതിന് നമുക്ക് sin of a plus b എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So that the equation will change into sin of kz minus omega t plus phi. ഇതാണ് നമ്മുടെ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് കിട്ടുന്നതായിരിക്കും. കമ്പോണന്റ് ബേസ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്ത് ഈ a is equal to E1 sin of kz minus omega t എന്നും EB is equal to E2 sin of kz minus omega t plus delta എന്നായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഇത് ഈ രണ്ട് വേവ്സും ട്രാവൽ ചെയ്യുന്നത് അലോങ് z ഡയറക്ഷൻ ആണ് ആൻഡ് ഹാവിങ് എ ഫേസ് ഡിഫറൻസ് ഓഫ് ഡെൽറ്റ. ഇത് രണ്ടും നമ്മൾ സൂപ്പർ ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ്, അവിടെ ഉണ്ടാവുന്ന വേവ്സിന്റെ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് E sin of kz minus omega t plus delta ആയിരിക്കും. That is, this resultant wave is also traveling along the z direction. So superposition നടക്കണമെന്നുണ്ടെങ്കിൽ കമ്പോണന്റ് വേവ്സ് ഒരേ ഡയറക്ഷനിലായിരിക്കണം ട്രാവൽ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും റിസൾട്ടന്റ് വേവും ഉണ്ടായിരിക്കുക.